കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി സമർപ്പിച്ച PhD ഗവേഷണ പ്രബന്ധത്തിൽ കോപ്പിയടി ആരോപണം. കാലടി സർവകലാശാലയിൽ സമർപ്പിച്ച കുച്ചിപ്പുടി നൃത്തത്തിലെ ചതുർവിധാഭിനയങ്ങൾ ദക്ഷിണേന്ത്യൻ നാട്യനാടകങ്ങളുമായി ഒരു താരതമ്യ പഠനം എന്ന PhD പ്രബന്ധത്തിൽ കോപ്പിയടി നടന്നതായാണ് ആരോപണമുയർന്നത്. കാലടി സംസ്കൃത സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം ഡോക്ടർ ദിവ്യ നെടുങ്ങാടിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. രമാദേവി വർഷങ്ങൾക്ക് മുൻപ് സമർപ്പിച്ച പ്രബന്ധത്തിന്റെയും മറ്റ് 2 പുസ്തകങ്ങളുടെയും തർജ്ജമയാണ് ഈ വിദ്യാർത്ഥിനിയുടെ പ്രബന്ധമെന്നാണ് ദിവ്യയുടെ ആരോപണം. പൂർവ്വ പഠനങ്ങൾ ചേർത്ത് കാണുന്നില്ല എന്നതും 5 അധ്യായങ്ങളുള്ള പ്രബന്ധത്തിൽ കുച്ചിപ്പുടിയും ദക്ഷിണേന്ത്യൻ നാട്യനാടകങ്ങളുമായുള്ള താരതമ്യ പഠനം എവിടെയും കാണുന്നില്ലെന്നും ദിവ്യ പറഞ്ഞു. ഈ ഒരു ഗവേഷണ പ്രബന്ധം വാല്യുവേഷൻ ചെയ്യാൻ കിട്ടിയ സമയത്ത് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു തീസിസിനകത്ത് ഉണ്ടാവേണ്ട പൂർവ്വപഠനം പോലെയുള്ള ഭാഗങ്ങൾ ആ തീസിസിൽ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ആ തീസിസ് വായിച്ചപ്പോൾ ഏതാണ്ട് അതേ പേരിലൊരു ഇംഗ്ലീഷ് ഒരു തീസിസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഡോക്ടർ പി രമാദേവിയുടെയാണ് ആ തീസിസ് വന്നിട്ടുള്ളത്. അത് 2013 അവർ പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെയും അവരുടെ തന്നെ മറ്റു 3 പുസ്തകങ്ങളുടെയും ഒരു 70ഓളം ഭാഗങ്ങൾ എടുത്ത് തർജ്ജമ ചെയ്ത് കോപ്പി അടിച്ച രീതിയിലാണ് ഈ ഒരു തീസിസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചത്. ഇത് ഇങ്ങനെ ഈ ഒരു തരത്തിൽ ഓപ്പൺ ഡിഫൻസിന് പോകാൻ പറ്റില്ല, എന്നാലും ആ കുട്ടി വർക്ക് ചെയ്തോട്ടെ എന്നുള്ളൊരു ഇത് മനസ്സിൽ കരുതിയിട്ടാണ് ഞാൻ റീസബ്മിഷൻ എന്നുള്ളൊരു വിഷയമായിട്ട് ഈ ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് കൊടുക്കാൻ കാരണം. ഒരു 12 പേജിലൊരു റിപ്പോർട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ ഭാഗം മാറ്റണം എന്നുള്ളത് കാര്യകാരണ സഹിതം ഞാൻ യൂണിവേഴ്സിറ്റിനെ ബോധ്യപ്പെടുത്തുകയും യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അത് ആ കുട്ടിയെ അറിയിക്കുക എന്നുള്ളത്. അതൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലും ഇതിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ഇടപെടൽ തോന്നുന്നുണ്ടോ? അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇതേ കുട്ടിയുടെ മാർഗദർശിയുടെ തീസിസ് ഇതുപോലെ 80% കോപ്പി അടിച്ചതാണ് എന്ന് പറഞ്ഞ് മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്നും സർവകലാശാലയുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മാർഗദർശിയുടെ പേര് ഡോക്ടർ വേണുഗോപാലൻ നായർ സി എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാർഗദർശി അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുരളി മാധവൻ സാറാണ് സംസ്കൃത വിഭാഗത്തിലുണ്ടായിരുന്ന. അദ്ദേഹമാണ് വേണുഗോപാലൻ നായരുടെ മാർഗദർശിയായിട്ട് ഉണ്ടായിരുന്നത്. കുച്ചിപ്പുടിയിലെ ചതുർവിധാഭിനയങ്ങൾ അതാണല്ലോ അവരുടെ വിഷയം. അതെ അതെ അതെ. അത് ഡോക്ടർ രമാദേവിയുടെ തീസിസ് അതേപടി പകർത്തി വെച്ചു. കാരണം രമാദേവിയുടെ തീസിസിൻ്റെ ടൈറ്റിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ചതുർവിധാഭിനയ. അതിൽ ബിറ്റ്വീൻ കുച്ചിപ്പുടി ആൻഡ് കഥകളി ആൻഡ് യക്ഷഗാന എന്നാണ് എനിക്ക് എക്സാക്ട്ലി ടൈറ്റിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഈ കുട്ടിയുടെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ടൈറ്റിൽ ആ യക്ഷഗാനം കഥകളി എന്നുള്ള ഭാഗം മാറ്റി അവിടെ ദക്ഷിണേന്ത്യൻ നാട്യനാടകങ്ങൾ എന്നുള്ളൊരു പ്രയോഗത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ട് കഥകളി യക്ഷഗാനം മാറ്റി നാട്യനാടകങ്ങൾ എന്നാക്കിയാൽ കിട്ടുന്നൊരു പ്രബന്ധത്തിൻ്റെ ടൈറ്റിലായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. മലയാളത്തിലാണ് ഈ പ്രബന്ധം. അതുകൂടി ഉണ്ട്. ഈ പ്രബന്ധത്തിൻ്റെ വൈവ നടക്കുമ്പോൾ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു അപ്പോൾ ഇതാരൊക്കെയാണ് ഇത് വാല്യുവേഷൻ ചെയ്തത് എന്നുള്ളത്. അതിനിടയ്ക്ക് സൂപ്പർവൈസർ പറഞ്ഞൊരു പേര് ഡോക്ടർ നിർമ്മല നാഗരാജൻ്റെ ആയിരുന്നു. അവർ കലാക്ഷേത്രത്തിലെ ഭരതനാട്യ അധ്യാപികയുമാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരാൾ ഈ ഒരു തീസിസിന് മൂല്യനിർണ്ണയം നടത്തുക എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വിഷയം. അതിലും ഗുരുതരമായൊരു വീഴ്ച സർവകലാശാലയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത്. കലാമണ്ഡലം ഡോക്ടർ ലതയാണ് അന്നത്തെ ദിവസം ഓപ്പൺ വൈവയ്ക്ക് ചെയർമാനായി ഇരുന്നത്. ഇതേ കലാമണ്ഡലം ലതയാണ് ഈ കുട്ടിയുടെ ഡോക്ടറൽ കമ്മിറ്റിയിലെ അംഗം. അതായത് ഒരു കുട്ടി ഗവേഷണം തുടങ്ങി ആ ദിവസം മുതൽ ഇതിന് എക്സ്പേർട്ട് സജഷൻസ് കൊടുക്കുന്ന ആൾ എങ്ങനെയാണ് എക്സ്റ്റേണൽ എക്സാമിനറും ഓപ്പൺ വൈവയ്ക്ക് ചെയറുമായിട്ട് ഇരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു പ്രശ്നവും ഞാൻ ഓപ്പൺ ഡിഫൻസ് നടക്കുമ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല വിദ്യാർത്ഥിനിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ദിവ്യ പറഞ്ഞു. പ്രബന്ധത്തിൽ ഗുരുതര തെറ്റുണ്ടായിട്ടും വിദ്യാർത്ഥിനിയെ സംരക്ഷിച്ച സർവകലാശാല ചട്ടങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവെന്നും ഡോക്ടർ ദിവ്യ നെടുങ്ങാടി ആരോപിക്കുന്നു. സർവകലാശാലയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ദിവ്യയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം അങ്ങനത്തെ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ചെയ്തത് 16-ാം തീയതിയാണ് ഇങ്ങനൊരു വൈവ നടക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അന്നേ ദിവസം തന്നെ VC-ക്കും ഡീനും മറ്റു ഉത്തരവാദിത്തപ്പെട്ട സർവകലാശാലയുടെ എല്ലാ ആളുകൾക്കും ഞാൻ
മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ നിമിഷം വരെ എനിക്ക് അതിനൊരു മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് 19-ാം തീയതി രാവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർക്ക് ഒരു ഓപ്പൺ ലെറ്റർ എന്ന നിലയിൽ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തത്. അതേ ദിവസം തന്നെ ഞാൻ ടീച്ചർക്ക് മെയിലായിട്ടും എൻ്റെ പരാതി ഞാൻ അയച്ചിട്ടുള്ളതാണ്. അവിടെ നിന്നും എനിക്ക് മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ചാൻസലർ ശ്രദ്ധയിലേക്ക് ഞാൻ ഇന്ന് മെയിൽ ഇടാൻ പോവുകയാണ്. ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ UGCക്കും ലെറ്റർ ഇടാൻ പോകുന്നുണ്ട്. UGCയും ചാൻസലറെയും ഞാൻ ഈ വിഷയം അറിയിക്കും. ഇത് സംബന്ധിച്ച് കോടതിയിൽ പോകാൻ ആലോചിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഇത് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഒരുപാട് തീസിസുകൾ ശോധഗംഗയിൽ അവൈലബിൾ ആവുന്ന തീസിസുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്ത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ തീസിസുകൾക്ക് കൃത്യമായിട്ടുള്ള അക്കാഡമിക് ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത് പറയേണ്ടി വരുന്നത്. നാളെ മേലാൽ നൃത്ത മേഖലയിൽ നടക്കുന്ന ഗവേഷണങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമായി പോവും. അതെനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. കാലടി സർവകലാശാല ഒരു കോപ്പിയടി സർവകലാശാല ആയി മാറുന്നത് എന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ആരോപണം കൂടി വന്നതോടെ ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ പറയാം, ഞാനും അതേ സർവകലാശാലയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച സർവകലാശാലയുടെ പേര് നാളെ ഡാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടി അത്തരത്തിൽ അറിയപ്പെടരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിലാണ് സർവകലാശാലയ്ക്ക് ഈ ഒരു തീസിസ് വാല്യുവേഷൻ വന്നപ്പോൾ ഇത് ഓപ്പൺ ഡിഫൻസിലേക്ക് പോകരുത്, റീസബ്മിറ്റ് ചെയ്യണം എന്നൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചത്. പഠിച്ചത് ഞാൻ എൻ്റെ ഡിഗ്രി സംസ്കൃത സാഹിത്യത്തിലായിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്നു. അതിനുശേഷം MA മോഹിനിയാട്ടം ഞാൻ കാലടി സർവകലാശാലയിലാണ് ചെയ്തത്. തുടർന്ന് പ്രസിദ്ധമായ വിശ്വഭാരതി സർവകലാശാലയിലാണ് ഞാൻ എൻ്റെ PhD ചെയ്തത്. അതും കവാലം നാരായണ പണിക്കരുടെ മോഹിനിയാട്ടത്തിൻ്റെ തനതുവൽക്കരണം എന്നുള്ള വിഷയത്തിലാണ് ഞാൻ എൻ്റെ ഗവേഷണം നടത്തിയത്. ഗവേഷണ ഗൈഡ് വിശ്വഭാരതിയിലെ ഇന്ദ്രാണി മുഖോപാധ്യായ ആയിരുന്നു. അപ്പോൾ അവരുടെ വളരെ നല്ലൊരു സപ്പോർട്ടും അവരാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് വിശ്വഭാരതി പ്രൊഫസർ സന്ദീപ് സർവാധികാരി. അവരൊക്കെയാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് കൃത്യമായ ഗവേഷണ മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്ന് ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവേഷണത്തിൻ്റെ കാലയളവിൽ ഉടനീളം നമ്മുടെ മഹാനായ കവാലം നാരായണ പണിക്കർ അങ്കിളുമായിട്ട് ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്ന ചില നിമിഷങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒന്നാണ്. ഗവേഷക എന്ന നിലയിൽ ഗവേഷണ വിദ്യാർത്ഥികളോട് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് ഗവേഷണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് പറയാം, നമുക്ക് ഇപ്പോൾ കുട്ടികളെ ഈ ഷോർട്സൊക്കെ കാണുന്നൊരു സമയമാണ്. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ തട്ടിക്കൂട്ടി ചെയ്യാവുന്ന ഒന്നല്ല. കൃത്യമായി സമയമെടുത്ത് ആലോചിച്ച്, കാരണം ഓരോ ഗവേഷണവും നാളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് മാർഗമാവേണ്ട ഒന്നാണ്. എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തരത്തിൽ വേണം ഓരോ ഗവേഷണവും നമ്മൾ സമർപ്പിക്കാനായിട്ട്. അതുകൊണ്ട് സത്യസന്ധമായും ആത്മാർത്ഥമായും മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവേഷണം സത്യസന്ധമായിരിക്കണം. തീർച്ചയായിട്ടും പോരാട്ടത്തിനാണ് കണ്ണൂരിൽ തുടക്കം. തീർച്ചയായിട്ടും. കാരണം ഈ നിമിഷം വരെ ഞാൻ ഇതിനകത്ത് കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പോരാടാനും എനിക്ക് പറ്റുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വരുന്ന കുട്ടികൾക്കും ഇതൊരു മാതൃകയാവണം. സത്യസന്ധമായി തന്നെ അത് ചെയ്യണം. അല്ലാതെ തട്ടിക്കൂട്ടി എടുക്കേണ്ട ഒന്നല്ല ഗവേഷണങ്ങൾ. എന്നാൽ ദിവ്യയുടെ ആരോപണം പരിശോധിച്ചിരുന്നെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായതാണെന്നുമാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വിശദീകരണം. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.